പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾക്ക് പബ്ലിക് എക്സാമിനും തിയറി എക്സാമിനേഷനും ഒരുപോലെ പ്രാധാന്യം വരുന്നൊരു ഏരിയയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 2 മെത്തേഡ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും രണ്ടാമത്തേത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡുമാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡെന്ന്. അതിൻ്റെ ആ ഒരു പേര് വരാൻ കാരണമെന്ന് പറയുന്നത് സാധാരണ വർഷവും ആ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾക്ക് ഈ ലിബർ ഓഫീസ് കാൽക്കിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ലിബർ ഓഫീസ് കാൽക്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് SLN ഫംഗ്ഷനാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിൽ ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള, അതായത് ലിബർ ഓഫീസ് കാൽക്ക് എന്ന സോഫ്റ്റ്വെയറിനകത്ത് ഇൻബിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയാണ്. ഫോർമുല എന്ന് പറയുന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്. ഇതിനകത്ത് ഓൾറെഡി ഇതുള്ളതാണ്, യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഏതാണോ ആ ഫോർമാറ്റിനനുസരിച്ച് അതിനകത്ത് വരുന്ന കണ്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഈ SLN ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് സാൽവേജ് ലൈഫ് എന്നുള്ളതാണ്. ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദി അസറ്റാണ്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് മീൻസ് പർച്ചേസ് കോസ്റ്റ്, അത് വാങ്ങിക്കുന്ന വില. അത് വാങ്ങിക്കുന്ന വില അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന പർച്ചേസ് കോസ്റ്റ് വരും. പിന്നെ നമ്മൾ ഈ ഒരു അസറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ ആക്കുന്നിടം വരെ നമ്മൾക്ക് എന്തെല്ലാം എക്സ്പെൻസസ് അതിൽ വരുമോ ആ എക്സ്പെൻസസ് എല്ലാം കൂടെ ഈ വാങ്ങുന്ന വിലയുടെ കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അക്വിസിഷൻ കോസ്റ്റ് എന്നെല്ലാം വിളിക്കുന്നത്. അപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കുന്ന വില മാത്രമല്ല, അതിന് നമ്മൾക്ക് വർക്കിംഗ് കണ്ടീഷനിൽ ആക്കാൻ വേണ്ടി എന്തെല്ലാം തുകകൾ ചിലവാകുമോ അത് എക്സ്പെൻസസ് ആയിരിക്കും. ആ എക്സ്പെൻസും കൂടെ നമ്മൾ ഈ അസറ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നതിനെയാണ് അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്നെല്ലാം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും ആ ഒരു ടോട്ടൽ കോസ്റ്റാണ് എടുക്കാനുള്ളത്, അല്ലാതെ ഈ അസറ്റ് വാങ്ങിക്കുന്ന വില മാത്രമല്ല എടുക്കാനുള്ളത്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് സാൽവേജ് വാല്യൂ ആണ്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ അസറ്റ് എന്നാണ്. ദ എമൗണ്ട് ദാറ്റ് ആൻ അസറ്റ് ഗെറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഏതൊരു അസറ്റും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത കാലാവധി കാണും. ഇപ്പം നമ്മളൊരു സ്കൂട്ടർ വാങ്ങിച്ചാൽ അത് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക. ഈ 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞ് നമ്മൾ ഈ സ്കൂട്ടർ വിൽക്കുകയാണെങ്കിൽ അത് അത്ര ഉപയോഗയോഗ്യമല്ലാത്ത അവസ്ഥയിൽ നമ്മളത് വിൽക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിനൊരു ചെറിയ തുക കിട്ടും. ആ തുകയെയാണ് ഇവിടെ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്നൊക്കെ വിളിക്കുന്നത്. നെക്സ്റ്റ് ലൈഫ് ഓഫ് ദ അസറ്റ്. ലൈഫ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഈ ഒരു അസറ്റ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഏത് അസറ്റാണെങ്കിലും എത്ര കാലം ഉപയോഗിക്കാൻ കഴിയും, എത്ര വർഷം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെയാണ് ലൈഫ് ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ SLN എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ മാത്രം കൊടുത്താൽ നമ്മൾക്ക് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബിലോ ആർ ദ ഡീറ്റെയിൽസ് ഓഫ് 2 അസറ്റ്സ് ഇൻ എ ഫേം. ഒരു സ്ഥാപനത്തിലെ 2 അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഏതെങ്കിലും ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. 2 അസറ്റ് തന്നിട്ടുണ്ട്, അത് വാങ്ങിച്ച വില തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഓപ്പറേറ്റിംഗ് ചാർജസ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു അസറ്റ് വാങ്ങിക്കുന്ന വിലയുടെ കൂടെ അത് വർക്കിംഗ് കണ്ടീഷനിൽ ആകുന്നിടം വരെ
ചിലവാകുന്ന എക്സ്പെൻസ് നമ്മൾ ആ അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് 50,000, 40,000, 28,000, 12,000 ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ് അസറ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് വേണ്ടി അതുകൊണ്ടാണ് നമ്മളിവിടെ അഡീഷണൽ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സാൽവേജ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അതുപോലെ കൊടുത്തിരിക്കുന്നു. ലൈഫ് ഓഫ് ദ അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും അതുപോലെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കോളം അഡീഷണലി ഇൻസർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ജസ്റ്റ് ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസർട്ട് കോളം ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ. ഞാൻ ഇപ്പോൾ ബിഫോർ കൊടുത്താൽ ഇതിന് മുന്നേ ഒരു കോളം വരും. അപ്പോൾ ഇവിടെ ഒരു കോളം വന്നു, അതിൽ നമ്മൾക്ക് ടോട്ടൽ കോസ്റ്റ്, ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കോളം അവിടെ ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് ടോട്ടൽ കോസ്റ്റ് എന്ന് പേര് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് മാറ്റുകയാണ്, കാരണം ഞാൻ ഓൾറെഡി ഒരു കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഡീഷണൽ ഇടയ്ക്കൊരു കോളം കൊടുക്കേണ്ടത് ടോട്ടൽ കോസ്റ്റാണ്. ആ ടോട്ടൽ കോസ്റ്റ് കോളം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? പർച്ചേസ് കോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ വരുന്ന എത്ര എക്സ്പെൻസസ് ഉണ്ടോ, ഇതിലിപ്പോൾ 3 എക്സ്പെൻസേ ഉള്ളൂ, അത്ര എക്സ്പെൻസസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലതിന് ഒരു എക്സ്പെൻസേ കാണുള്ളൂ, ചിലതിന് 2 എണ്ണമേ കാണുള്ളൂ. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചെയ്യുക. അത്രയും എക്സ്പെൻസസും കൂടെ ആഡ് ചെയ്ത് എഴുതാനാണ് ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. അടുത്ത സാൽവേജ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലൈഫ് ഇൻ ഇയേഴ്സ്, അതായത് ലൈഫ് ഓഫ് ദ അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ടോട്ടൽ കോസ്റ്റ് ഒന്നുകിൽ നമ്മൾക്ക് സം ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ആ സെൽസുകൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ സം ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈസിക്കൽ ടു സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏത് സെല്ല് മുതലാണ്? B2 മുതൽ E2 വരെയുള്ള സെല്ല് ഇത് സെലക്റ്റഡ് ആയത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് ഈ 4 സെല്ലുകളുടെ ടോട്ടൽ ഇവിടെ കിട്ടും. എന്നിട്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമ്മൾക്കിവിടെ ആൻസർ കിട്ടും. ഞാൻ പക്ഷേ അടുത്ത കോളം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുകയാണ്. ഈസിക്കൽ ടു ഏതെല്ലാം സെല്ലുകളാണ്? B2 പ്ലസ് C2 പ്ലസ് D2 പ്ലസ് E2 ഇങ്ങോട്ട് വന്നതുകൊണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് E2 എന്ന്. എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടലും നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇനി ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാണാനായിട്ട് ഇവിടെ ഒരു അഡീഷണൽ കോളം കൊടുത്താൽ മതി. ലാസ്റ്റ് ഒരു കോളത്തിന് ഡിപ്രീസിയേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് ഫംഗ്ഷനും ഫോർമുലയും ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഈക്വൽ ടു സൈൻ കൊടുക്കണം. നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് വരുത്തുന്നൊരു മിസ്റ്റേക്കാണത്, ഈക്വൽ ടു സൈൻ കൊടുക്കാൻ വിട്ടുപോകുന്നു എന്നുള്ളത്. SLN കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സിൻടാക്സ് അവിടെ വരും. നമ്മൾ ഏത് രീതിയിലാണ് ഈ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത്? ആദ്യം കോസ്റ്റ് കൊടുക്കണം. അപ്പോൾ കോസ്റ്റിൻ്റെ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ F2 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോമ കൊടുക്കുക. അടുത്ത സാൽവേജ് അത് കൊടുക്കുന്നത് G2 എന്ന സെല്ലാണ്. ഒന്നുകിൽ G2ൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ G2 നമുക്ക് ടൈപ്പ് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഫോർമുല ബാറിൽ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. കോമ കൊടുക്കുക. G2 കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈഫ് ഓഫ് ദ അസറ്റാണ്. ലൈഫ് ഇൻ ഇയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ H2 ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിവിടെ ഈ സെല്ല് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോർമുല ബാറിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ്. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ 54,000 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ഒരിക്കൽ ഫോർമുല കൊടുത്തുകൊണ്ട് ഇനി ഈ കഴ്സർ ഈ ഒരു ചെറിയ സ്ക്വയറിൽ കൊണ്ടുവരുമ്പോൾ അതൊരു പ്ലസ് സൈനായി മാറും. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ താഴെയുള്ള അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ അവിടെ കിട്ടുന്നതാണ്.